നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടിക വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ തൃശൂരിൽ ഉണ്ടായ CPM-BJP സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി മൌനിയായി മടങ്ങി. UDF-നെയും LDF-നെയും വെല്ലുവിളിച്ച കെ സുരേന്ദ്രൻ BJP സിറ്റി ജില്ലാ അധ്യക്ഷനടക്കമുള്ളവരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് കമ്മീഷൻ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPM-ന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPM-ഉം പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും ആരോപണം. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വാർത്തകൾ വിശദമായി. വോട്ടർ പട്ടിക വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൃശൂരിലുണ്ടായ CPM-BJP സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി മൌനിയായി മടങ്ങി. അതേസമയം UDF-നെയും LDF-നെയും വെല്ലുവിളിച്ച കെ സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ രാവിലെ 9:30 തൃശൂരിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പ്രവർത്തകർ സ്റ്റേഷനിൽ വൻ വരവേൽപ്പ് നൽകി. മന്ത്രിയുടെ വരവറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞെങ്കിലും ഒന്നും പ്രതികരിക്കാതെ മന്ത്രി കാറിൽ കയറി അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിനെയും സഹപ്രവർത്തകരെയും കാണാൻ പോയി. ആശുപത്രി സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ വീണ്ടും പ്രതികരണം ആരാഞ്ഞെങ്കിലും ഒന്നും മിണ്ടാൻ തയ്യാറായില്ല. പിന്നീട് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം കരിയോയിൽ പ്രയോഗം നടത്തിയ ചേറൂരിലെ MP-യുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പോയി. അദ്ദേഹം കുറച്ചുനേരം അവിടെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരുമായി ചർച്ച നടത്തി. പുറത്തിറങ്ങാൻ നേരം വീണ്ടും വോട്ടർ പട്ടിക വിവാദവും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇതിനിടയിൽ കാറിൽ കയറാൻ നേരം നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്ന ഒരു വാക്ക് മാത്രം പറഞ്ഞ് അദ്ദേഹം കോതമംഗലത്തേക്ക് പോയി. പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച കെ സുരേന്ദ്രൻ വോട്ടർ പട്ടിക ക്രമക്കേട് തെളിയിക്കാൻ UDF-നെയും LDF-നെയും വെല്ലുവിളിച്ചു. കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞത് BJP 60,000 വോട്ട് അനധികൃതമായി ചേർത്തു എന്നാണ്. ഒരു MLA പോലുമില്ലാത്ത ഒരു പാർട്ടി 60,000 വോട്ടർമാരെ അനധികൃതമായി ചേർക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന LDF-ഉം ഏറ്റവും അധികം ജനപിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന UDF-ഉം എവിടെയായിരുന്നുവെന്നും നിങ്ങൾ പോയി കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി കഴിഞ്ഞ 2 വർഷമായി തെരഞ്ഞെടുപ്പിന് മുമ്പ്, പ്രത്യേകിച്ച് ഒരു വർഷം സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അമിത്ഷാജി ഇവിടെ തേക്കിൻകാട് വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പാർട്ടി തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ശ്രീമാൻ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ഡ്രൈവറും സഹപ്രവർത്തകരും എല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് UDF-ഉം LDF-ഉം പറഞ്ഞത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വന്ന് തലകുത്തി മറിഞ്ഞാലും ഇവിടെ ജയിക്കില്ല എന്നുള്ളതായിരുന്നു. 75,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ കരിയോല ഒഴിച്ചത്, നിങ്ങളിപ്പോ കൈരളിയുടെ ആൾക്കാർ വന്ന് കരിയോല ഒഴിച്ചല്ലോ. ഞങ്ങൾക്ക് കരിയോല ഒഴിക്കണമെങ്കിൽ കേരളത്തിലെ 140 MLA-മാരുടെ ഓഫീസിലും കരിയോല ഒഴിക്കാം. കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങളുടെയും 9 രാജ്യസഭാ അംഗങ്ങളുടെയും ഓഫീസിലും കരിയോല ഒഴിക്കാൻ കഴിയുന്ന അത്രയും ശക്തമായിട്ടുള്ള പാർട്ടിയാണ് BJP. ഇത് കരിയോലൊഴിച്ച് BJP-യെ തകർക്കാം, സുരേഷ് ഗോപിയെ തകർക്കാം. തെരഞ്ഞെടുപ്പ് നടത്തി അദ്ദേഹത്തെ വിജയിപ്പിച്ചത് പാർട്ടിയാണ്. സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇലക്ഷൻ നടത്തിയതെല്ലാം സർക്കാരിന്റെ ആളുകളാണ്. അന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാതെ ഏതോ ഒരു സ്ത്രീ പറഞ്ഞുവെന്ന് പറഞ്ഞ് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപിയെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും കാര്യത്തിലെല്ലാം പാർട്ടി അധ്യക്ഷൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിരൂപതയ്ക്ക് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ പ്രശ്നമുണ്ടാക്കാതിരുന്നാൽ മതിയെന്നും മാധ്യമങ്ങളോട് സുരേന്ദ്രൻ പറഞ്ഞു. BJP സിറ്റി ജില്ലാ അധ്യക്ഷനടക്കമുള്ളവരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് കമ്മീഷൻ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ തൃശൂരിൽ തോൽപ്പിച്ചതിന് CPM-ഉം LDF-ഉം BJP-യുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു.
തൃശൂർ ജില്ലാ പ്രഭാരിയും സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. 3/4 ലക്ഷം വോട്ടിന് ജനങ്ങൾ തെരഞ്ഞെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് സമരം നടത്തി. ബോർഡിൽ കരിയോയിലൊഴിച്ച് ചെരിപ്പുമാലയിട്ട നടപടി ജനാധിപത്യത്തെ അധിക്ഷേപിക്കുന്നതാണ്. ഇത് തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അപമാനിക്കുന്നതാണെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, ജില്ലാ പ്രസിഡന്റുമാരായ AR ശ്രീകുമാർ, അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, അജി ഘോഷ്, കൃപേഷ് ചെമ്മണ്ട, KP ഉണ്ണികൃഷ്ണൻ, KP ജോർജ്, വിപിൻ കൂടിയേടത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് മേനോത്തുപറമ്പിൽ, അഞ്ജു തോയക്കാവ്, സൗമ്യ സലേഷ്, ജില്ലാ സെക്രട്ടറിമാരായ വിൻഷി അരുൺ, റോഷൻ NR, റിക്സൺ, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തൃശൂർ MPയും കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെയുണ്ടായ CPM അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പരാജയം 1 വർഷം കഴിഞ്ഞിട്ടും CPMന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉല്ലാസ് ബാബു പറഞ്ഞു. ചോരക്കളി തുടങ്ങിയതാണ്. ആ ചോരക്കളി ഈ തൃശ്ശൂരും വീണ്ടും ആരംഭിക്കാനാണ് CPM തയ്യാറെങ്കിൽ യാതൊരു സംശയവുമില്ല. അതിനെ അതിൻ്റെതായ രീതിയിൽ പ്രതിരോധിക്കാൻ BJP തയ്യാറാവും. നിങ്ങൾ കണക്കുകൾ പരിശോധിച്ചോ? കേരളത്തിന്റെ രാഷ്ട്രീയ കണക്കുകളിൽ നിങ്ങൾ നടത്തിയ കൊലപാതക രാഷ്ട്രീയ കണക്കുകൾ കൂട്ടിയും കിഴിച്ചാൽ പ്രതിരോധത്തിന്റെ സംവിധാനം തീർത്ത സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ചരിത്രം അക്രമ രാഷ്ട്രീയമായിട്ടാണ് CPMന്റെ നീക്കമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സൗമ്യ സലീഷ്, വിൻഷി അരുൺകുമാർ, വിനോദ് പൊള്ളാഞ്ചേരി, മുരളി കൊളങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPMന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഓഫീസർമാരാണെന്ന് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് CPMന്റെ തൊഴിലാളി സംഘടന നടത്തിയ പരിപാടിയിലേക്ക് 18 വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ പണിക്കിറങ്ങാൻ അനുവദിക്കാതെ തൊഴിലുറപ്പ് ഓഫീസർമാർ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPMും പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും BJP മെമ്പർമാർ ആരോപിച്ചു. 16 ആളുകളോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊട്ടപ്പുറത്തുള്ള മുക്രിയത്ത് ഓഡിറ്റോറിയത്തിലെ CPMന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള ആ സംഘടനയുടെ മീറ്റിങ്ങിന് വേണ്ടി, അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരും അതുപോലെ സ്ഥിരപ്പെടുത്തിയ ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ 18 വാർഡിലെയും തൊഴിലാളികളെ ആ പാർട്ടി പരിപാടികൾക്ക് നേരിട്ട് മേറ്റുമാർക്ക് നിർദ്ദേശം കൊടുത്ത് ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു. പരാതി കൊടുത്തു, ഞങ്ങൾ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, ഭരണസമിതിക്ക് പരാതി കൊടുത്തപ്പോൾ അവരതിൻ്റെ ന്യായീകരണമായിട്ടാണ് വന്നത്. നടപടികൾ ചെയ്യാൻ അവർ തയ്യാറാവണില്ല. ഏകദേശം 1000 തൊഴിലാളികൾ ആക്റ്റീവ് പണിക്കാരുള്ള ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ വെറും 216 പേർക്ക് മാത്രമേ 100 പണി നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഏകദേശം 1000-ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ 216 ആൾക്ക് മാത്രമേ 100 പണി കൊടുത്തിട്ടുള്ളൂ. ആ 100 പണി പോലും കൊടുക്കാൻ പറ്റാത്ത ഈ പഞ്ചായത്ത് സംവിധാനത്തിന്, ഈ സർക്കാർ സംവിധാനവും ഈ തൊഴിലുറപ്പ് ഓഫീസും പറയുന്നത് 200 പണിക്ക് വേണ്ടി സമരം ചെയ്യണമെന്നാണ് ഇന്നവിടെ പറഞ്ഞത്. MLA ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തെളിവ് സഹിതമുള്ളതാണ്. ഇതിനു പുറമെയാണ് ക്രമക്കേടുകളും നിയമലംഘനങ്ങളും നടത്തുന്നത്. പരാതി നൽകിയിട്ടും ഭരണസമിതിയും സെക്രട്ടറിയും നടപടി സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിലാഷ്, ധനീഷ് എന്നിവർ അറിയിച്ചു. തൊഴിലുറപ്പുകാർക്ക് പണി കൊടുക്കാത്ത പ്രശ്നങ്ങളാണെങ്കിലും മുൻ വർഷങ്ങളിൽ കൊടുത്ത പരാതികൾ ഉൾപ്പെടെ തെളിവുണ്ടായിട്ട് പോലും അതിനൊന്നും നടപടിയെടുക്കാതെ ഓരോ ദിവസവും തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവരെ ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ CPMകാരെയും ഈ പഞ്ചായത്തിൽ കയറി വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഓഫീസുകളിൽ കയറി വന്ന് പ്രവർത്തിക്കുന്ന പുറത്തുള്ള CPM പ്രവർത്തകരുണ്ട്.
ചാവക്കാട് ടൗണിൽ ടോറസ് ലോറി ഇടിച്ച അപകടം സൈക്കിൾ യാത്രികന് പരിക്കേറ്റു. തെക്കഞ്ചേരി താഴെക്കൊമ്പൻകണ്ടിൽ 62 വയസ്സുള്ള അസീസിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:20 അപകടം. ചാവക്കാട് ചേറ്റുവ റോഡിൽ നിന്ന് വരികയായിരുന്ന സൈക്കിളിൽ ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ അസീസിന് സാരമായി പരിക്കേറ്റു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റയാളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചാവക്കാട് ടൗണിൽ അപകടം പതിവായിരിക്കുകയാണ്. ട്രാഫിക്കിലെ അപാകതയാണ് അപകടങ്ങളുണ്ടാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ തിളക്കമാർന്ന നേട്ടം കൈവരിക്കുന്നതിന് പരിശ്രമിച്ചവരെ ഗുരുവായൂർ നഗരസഭ ആദരിച്ചു. നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന സ്നേഹാദര സംഗമം ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാക്ഷരതാ പ്രേരക്മാർ, ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് അനുമോദന പത്രം നൽകി. MBBSന് അഡ്മിഷൻ ലഭിച്ച ശുചീകരണ വിഭാഗം തൊഴിലാളി സുനിതയുടെ മകൾ അപർണയെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ജോലിക്കിടയിൽ റോഡിൽ നിന്ന് ലഭിച്ച പണമടങ്ങിയ ബാങ്ക് അധികൃതരെ ഏൽപ്പിച്ച നഗരസഭാ സാനിറ്റേഷൻ വർക്കർ സിന്ധു ജയനെ പൊന്നാടയണിയിച്ചു. വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM ഷെഫീർ, AS മനോജ്, ശൈലജ സുധൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ അശോക് കുമാർ നന്ദിയും പറഞ്ഞു. ദേശീയ തലത്തിൽ 82ാം റാങ്കാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചെങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർത്തു. പൊട്ടിയ പൈപ്പുകൾ മാറ്റാൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 15ാം വാർഡിൽ 100 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് വ്യാപകമായി തകർത്തിട്ടുള്ളത്. റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് പൈപ്പുകൾ പൊട്ടിയത്. ഇതേ തുടർന്ന് ദിവസങ്ങളോളമായി കുടിവെള്ള വിതരണം മുടങ്ങിയ അവസ്ഥയാണ്. പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുവാനും അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും കരാറുകാരനോടും നിരന്തരം അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയുകയാണ്. ഗുണഭോക്താക്കൾ പണം ഉപയോഗിച്ച് പൈപ്പുകൾ മാറ്റണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ഇതിന് ഏകദേശം 1 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു. പഞ്ചായത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരും ഞങ്ങളെ സമീപിക്കുകയോ ഇവിടെ വന്ന് അന്വേഷിക്കുകയോ ചെയ്തില്ല. മിനിഞ്ഞാന്ന് കോൺട്രാക്ടർ ഈ റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് 200-250 മീറ്റർ റോഡ് സൈഡ് പൊളിച്ചു പോയി. അതിൽ എല്ലാ പൈപ്പും ഞങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാ കുടിവെള്ള പദ്ധതി എല്ലാ പൈപ്പും ഈവൻ മെയിൻ പൈപ്പ് അടക്കം ടാങ്കിലേക്ക് പോകുന്ന മെയിൻ പൈപ്പടക്കം പൊട്ടിച്ചു പോയി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സമയം പോലും തന്നില്ല. അയാൾ പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പൈപ്പ് ഫിറ്റ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ മെറ്റലിട്ട് ഇവിടെ പണി മൂടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഓൾറെഡി അവർ മെറ്റലിട്ട് കൊണ്ടു കഴിഞ്ഞു. ഈ പറയുന്ന പണി ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ വേണ്ടി വരും ഈ പറഞ്ഞ പണികളിലൊക്കെ ചെയ്യാൻ. ഇവിടെ എല്ലാം സാധാരണ ജനങ്ങളാണ്. എല്ലാവരും അന്നന്നത്തെ ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. ഈ കുടിവെള്ള പദ്ധതിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരെന്ന് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഞങ്ങൾ 10,000 രൂപ 10-20,000 രൂപ ഞങ്ങൾ പിരിച്ചെടുത്ത് ചിലവാക്കി കഴിഞ്ഞു. ഇനിയും 1.25 ലക്ഷം എവിടുന്ന് കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കഴിയുന്ന ആർക്കും അതിന് പ്രാപ്തിയില്ല, ചെയ്യാനും പറ്റില്ല. അപ്പോൾ ബന്ധപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇത് കണ്ണടച്ച നയമാണ്. അവരും പറയണം ഞങ്ങൾ ഉത്തരവാദിയില്ല, PW പറഞ്ഞ് ഞങ്ങൾ ഉത്തരവാദിയില്ല, പഞ്ചായത്ത് പറഞ്ഞു. കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇത്തരത്തിൽ പൈപ്പുകൾ പൊട്ടുന്നത് പതിവായിരിക്കുകയാണ്. ഗുണഭോക്താക്കൾ കയ്യിൽ നിന്ന് പണമെടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്നും പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നും ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് പ്രസിഡന്റ് VD തോമസ്, സെക്രട്ടറി KS സുരേഷ്, മെമ്പർ BJ ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. പദ്ധതിയാണ് അത്. അപ്പോൾ ഇത് ചേങ്ങോട് അല്ലെങ്കിൽ നമ്മുടെ ഈ 15ാം വാർഡ് നിവാസികൾ എല്ലാവരും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറില്ലാത്തവരടക്കമുണ്ട് ഈ വാർഡിൽ. അപ്പോൾ അവരെല്ലാവരും ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇത് നമ്മൾ പരാതി കൊടുക്കാനുള്ളതും പഞ്ചായത്തിലും അങ്ങനെ അധികാരികളും എല്ലാവരോടും നമ്മൾ പരാതിപ്പെട്ടു. ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്കത് ചെയ്തു തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വാർഡിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര പ്രതിഷേധമാണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഓക്കെ. പുനേർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ ബാലാമണിയമ്മ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണനെ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാള കവിതയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് 10,001 രൂപയും ബലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കുന്നത്. എഴുത്തുകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ KB മോഹൻകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ സാഹിത്യ സമിതി പ്രസിഡന്റ് ഉമ്മർ അറയ്ക്കൽ, ജനറൽ കൺവീനർ KB സുകുമാരൻ, സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി, ട്രഷറർ ഷാജൻ വാഴപ്പിള്ളി, ജോയിന്റ് കൺവീനർ K സക്രിയ എന്നിവർ പങ്കെടുത്തു.
ഭരണമുണ്ടെന്ന ഗർവിൽ ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ അക്രമം നടത്തിയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് സിപിഐഎമ്മിന് താങ്ങാനാവില്ലെന്ന മുന്നറിയിപ്പുമായി ബി.ജെ.പി. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി. നിവേദിത. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിന് നേരെ സിപിഐഎം അക്രമം നടത്തിയെന്നാരോപിച്ച് ബി.ജെ.പി. പ്രവർത്തകർ ഗുരുവായൂരിൽ നടത്തിയ പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു പ്രകടനം. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് പ്രകടനത്തിന് നേതൃത്വം നൽകി. പറഞ്ഞു തീർക്കുന്നത് ഇങ്ങനെ കരഞ്ഞു തീർക്കാൻ മാത്രമാണ് ഇനി നിങ്ങളുടെ ആയുസ് ബാക്കിയുള്ളൂ എന്നുള്ളത് നിങ്ങൾ അധികം താമസിയാതെ മനസ്സിലാക്കുമെന്നാണ് പറയാനുള്ളത്. കരഞ്ഞ് 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 തീർത്തോണം, വീട്ടിലിരുന്ന് തീർത്തോണം. അതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് നേരെ നിങ്ങൾ അതിക്രമവുമായിട്ട് വന്നാല് ഭരണത്തിന്റെ പിന്തുണയുണ്ട് എന്ന് കരുതി എന്തുമാവാമെന്നുള്ള ഗർവിൽ ഞങ്ങളുടെ അടുത്ത് വന്നാല് ഇനി മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധിച്ച് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിശ്വംഭരൻ കടവല്ലൂർ അധ്യക്ഷത വഹിച്ചു. സ്വപ്ന രാമചന്ദ്രൻ, സത്താർ ആദൂർ, മഹേഷ് തിപ്പലശ്ശേരി, സുനീഷ് പി, എസ് പൈസൽ കാഞ്ഞിരപ്പള്ളി, നിഷാദ് എരുമപ്പെട്ടി, ഷറഫുദ്ദീൻ, പി യേശുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി കുന്നംകുളം ഉപജില്ലയുടെ പ്രവർത്തനോദ്ഘാടനവും സെമിനാറും ബദനി സെന്റ് ജോൺസ് സ്കൂളിൽ നടന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം എ.ഒ. എ. മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഗിന്നസ് സത്താർ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രശസ്ത മോട്ടിവേറ്ററും സാഹിത്യചിന്തകനും അധ്യാപകനുമായ ജി. ബിനോജ് മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടന്നു. കുന്നംകുളം എച്ച്.എം. ഫോറം കൺവീനർ പി.സി. റെജിമോൻ, ബി.ആർ.സി. ചൊവ്വന്നൂർ ബി.പി.സി. അനീഷ് ലോറൻസ്, ബദനി സെന്റ് ജോൺസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ്, കുന്നംകുളം ഉപജില്ലാ വിദ്യാരംഗം കൺവീനർ കെ.എച്ച്. റെജീന, ജില്ലാ പ്രതിനിധി വി.ജെ. പ്രിയ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ചിങ്ങ മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 17 ചിങ്ങം 1-നാണ് ചിങ്ങ മഹോത്സവം. വൈകിട്ട് 3-ന് ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രമാണിത്വത്തിൽ 251 വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന മഞ്ജുളാൽ തറമേളം അരങ്ങേറും. ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരം പനമണ്ണ മനോഹരന് സമ്മാനിക്കും. രാധാകൃഷ്ണ വേഷധാരികളോടെ ഘോഷയാത്ര, ഐശ്വര്യവിളക്ക് സമർപ്പണം എന്നിവ നടക്കും. രവി ചങ്കത്ത്, കെ.ടി. ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ശ്രീധരൻ മാമ്പുഴ, ഡോക്ടർ സോമസുന്ദരൻ, നിർമ്മല നായ്ക്കകത്ത്, രാധാ ശിവരാമൻ, സരള മുള്ളത്ത്, ഗുരുവായൂർ ജയപ്രകാശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും സംഘപരിവാറിന്റെ രാഷ്ട്രീയ ചട്ടുകമാക്കി മാറ്റിയിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ. വത്സരാജ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചോദ്യം ചെയ്ത എംപിമാരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചും തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ചും എഐവൈഎഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചാണ് ബി.ജെ.പി. ജയിച്ചതെന്ന ആരോപണം ആധികാരികമായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ഭരണസ്വാധീനം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ് മോഡി ഭരണകൂടം. വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയും ചേർന്ന് വലിയ തോതിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. ബി.ജെ.പിക്കെതിരായി ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒന്നിച്ചണിചേർന്ന് ഐക്യം രൂപപ്പെടുത്തിയപ്പോൾ തിരിച്ചടി ഭയന്ന് ജനാധിപത്യ സംവിധാനത്തെ പോലും കശാപ്പ് ചെയ്താണ് മോഡി ഭരണത്തിലേറിയതെന്ന് വ്യക്തമായിരിക്കുകയാണ്. കൊള്ളക്കാരുടെ സംഘം എന്നറിയപ്പെടുന്ന കുറുവ സംഘത്തിന് പോലും നാണക്കേടാകുന്ന ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആൾതാമസമില്ലാത്ത ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാജ മേൽവിലാസങ്ങളുണ്ടാക്കി വൻ ക്രമക്കേട് നടത്തിയതായും പുറത്തുവന്നു. സ്ഥലം എം.പി. ഇപ്പോഴും മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തൃശൂരിൽ ചേർത്തിട്ടുള്ള കൃത്രിമ വോട്ടുകളെക്കുറിച്ച് പരാതി ഉന്നയിച്ചിട്ടും ഇന്നേവരെ ഒരു അനക്കവുമുണ്ടാകാത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മേലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയാണ്. ഇത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികളിൽ ഇനിയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവരണമെന്നും വത്സരാജ് ആവശ്യപ്പെട്ടു. പ്രതിഷേധയോഗത്തിന് എഐവൈഎഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, ഇ.എം. സതീശൻ, ടി. പ്രദീപ് കുമാർ, വി.കെ. വിനീഷ്, മിഥുൻ പോട്ടോക്കാരൻ, ജി.എം. അഖിൽ എന്നിവർ സംസാരിച്ചു.
വേലൂർ ഗവൺമെന്റ് രാജാസ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പഠനയാത്ര സംഘടിപ്പിച്ചു. ചിറ്റിശ്ശേരിയിലെ ടൈൽസ് ഫാക്ടറി, കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ്, ചിമ്മിനി ഡാം എന്നിവയാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത്. ടൈൽസ് ഫാക്ടറിയുടെയും കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റിന്റെയും പ്രവർത്തനങ്ങൾ കുട്ടികൾ കൗതുകത്തോടെ മനസ്സിലാക്കി. അധ്യാപകരായ ലിജി, സുവർണ, ഗ്രീഷ്മ, ബേബി സുമ, സിന്ധു രാഹുൽ, SMC അംഗം ബെന്നി എന്നിവരാണ് പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാർക്ക് അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളെക്കുറിച്ച് അർദ്ധദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് പങ്കെടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ബോധവൽക്കരണ ക്ലാസിൽ വിശദീകരിച്ചു. അഗ്നിരക്ഷാ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഡെമോൺസ്ട്രേഷനും ഉപയോഗം പരിചയപ്പെടുത്തുകയും ചെയ്തു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ C ശിവഗിരി ഷജീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PV ശോഭ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C എന്നിവർ സംസാരിച്ചു. ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൗലോസ് തിദിയൻ ബാവ അനുസ്മരണ സമ്മേളനം ഓഗസ്റ്റ് 15-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങ് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രോപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ഭദ്രാസന മെത്രോപ്പൊലിത്ത ഗീവർഗീസ് മാർ യൂലിയോസ് അനുഗ്രഹ സന്ദേശം നൽകും. പൗലോസ് തിദിയൻ ബാവയുടെ ഓർമ്മയ്ക്കായി കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നൽകുന്ന 4ാമത് സാന്ത്വന സ്പർശം അവാർഡ് പ്രസിദ്ധ മജീഷ്യനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാടിനെ സമ്മാനിക്കും. കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടിജു തോമസ് ബാവ അനുസ്മരണ പ്രഭാഷണം നടത്തും. ജനപ്രതിനിധികൾ, വൈദികർ തുടങ്ങിയവർ പങ്കെടുക്കും. ഓർത്തഡോക്സ് ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് PC സൈമൺ, സെക്രട്ടറി ജിനീഷ് വർഗീസ്, ട്രഷറർ എബ്രഹാം ജോസഫ്, AC രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മോദിയുടെ വോട്ട് കളവിൽ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെയും സമരം നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിനെതിരെയും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷനായി. നേതാക്കളായ പ്രൊഫസർ രാധാകൃഷ്ണൻ മാസ്റ്റർ, K ജയശങ്കർ, MS മണികണ്ഠൻ, PI തോമസ്, മിഷ സെബാസ്റ്റ്യൻ, രമേശ്, ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന ശീർഷകത്തിൽ SKJMCC സംസ്ഥാന വ്യാപകമായി നടത്തുന്ന 1500 ഇഷ്ക് മജ്ലിസിന്റെ ജില്ലാതല പോസ്റ്റർ പ്രകാശനം പന്നിത്തടം ജുമാ മസ്ജിദിൽ നടന്നു. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം നിർവഹിച്ചു. ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ച പ്രവാചകനിൽ ആധുനിക സമസ്യകളുടെ പുരണമുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. SKJM തൃശൂർ ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ കേച്ചേരി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് സ്വാലി അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സുലൈമാൻ ദാരിമി കടവല്ലൂർ, SKMMA ജില്ലാ കമ്മിറ്റി അംഗം സിംല ഹസൻ, ഹാഫിൽ അഹമ്മദ് നസീം ബാഗവി, ഇബ്രാഹിം ഫൈസി പഴുനാന, റഫീഖ് ഫൈസി കൊരട്ടിക്കര തുടങ്ങിയവർ സംസാരിച്ചു. SKJM മരത്തംകോട് റേഞ്ച് സെക്രട്ടറി SP ഉമ്മർ മാസ്റ്റർ സ്വാഗതവും SKMMA റേഞ്ച് സെക്രട്ടറി VS അബൂബക്കർ നന്ദിയും പറഞ്ഞു. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പോർക്കുളം മണ്ഡലം കമ്മിറ്റി ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പ്രതിഷേധ കത്തുകൾ അയച്ചു. ജനാധിപത്യ രാജ്യത്ത് ഏകാധിപത്യ രീതിയിൽ കമ്മീഷൻ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രതിഷേധിച്ച് പ്രധാന 5 ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രതിഷേധ കത്തുകൾ അയച്ചത്. പാറേമ്പാടം തപാൽ ഓഫീസിനു മുന്നിൽ യൂത്ത് കോൺഗ്രസ് പോർക്കുളം മണ്ഡലം പ്രസിഡന്റ് AA അനസിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ കത്തയക്കലിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, KK രതീഷ്, VV ബാലചന്ദ്രൻ, KA ജ്യോതിഷ്, തമ്പി മാസ്റ്റർ, പ്രവീൺ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ ഓട്ടോണമസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ജൂബിലി വർഷത്തോടനുബന്ധിച്ച് പുന്നേർകുളം ഗവൺമെന്റ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂളുമായി സഹകരിച്ച് സാമൂഹികവും അക്കാദമികവുമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഗവൺമെന്റ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കും പ്രദേശവാസികൾക്കുമായി ഉന്നതി 2025 എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി സംഘടിപ്പിച്ച പേപ്പർ ബാഗ് നിർമ്മാണ വർക്ക്ഷോപ്പിൽ 50 പേർ പങ്കെടുത്തു. GMLPS ഹെഡ്മാസ്റ്റർ ഫസലു റഹ്മാൻ, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യാപിക ഡോക്ടർ ഹിദ പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും സ്കൂൾ വിടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കയറ്റാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ സ്കൂൾ PTA കമ്മിറ്റിയും പൊതുപ്രവർത്തകരും ചേർന്ന് വേറിട്ട പ്രതിഷേധം നടത്തി. ഡ്രൈവർമാർക്ക് ചൂടുള്ള കട്ടൻ ചായ സ്റ്റീൽ ഗ്ലാസിൽ നൽകിയാണ് പ്രതിഷേധവും മുന്നറിയിപ്പും നൽകിയത്. കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകളാണ് സ്റ്റോപ്പിൽ നിർത്താതെ യാത്രക്കാരെ ഇറങ്ങാനുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിന് കുറച്ച് ദൂരെ നിർത്തി യാത്രക്കാരെ ഇറക്കി പോകുന്നത്. സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്ന ബസ്സുകളുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി കുന്നംകുളം പോലീസിന് കൈമാറിയിരുന്നു. തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്താതെ പോയ 2 ബസ്സുകൾ തടഞ്ഞ സമീപത്തെ ഹോട്ടലിൽ നിന്നും ചൂടുള്ള കട്ടൻ ചായ വാങ്ങി നൽകിയാണ് പ്രതിഷേധം അറിയിച്ചത്. PTA വൈസ് പ്രസിഡന്റ് സുധീപ്, കമ്മിറ്റി അംഗങ്ങളായ റഫീഖ് കടവല്ലൂർ, വിശ്വംഭരൻ, പൊതുപ്രവർത്തകരായ ഹസൻ, ശ്രീരാഗ്, വാസു, മുസ്തഫ, അധ്യാപകർ, രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരവരവായി 4,59,66,000 രൂപ ലഭിച്ചു. നിരോധിച്ച 2,000 രൂപയുടെ 31, 1,000 രൂപയുടെ 3, 500ന്റെ 71 കറൻസിയും ലഭിച്ചു. കനറ ബാങ്ക് ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകൾ ജനാധിപത്യത്തിനേറ്റ വെല്ലുവിളിയാണെന്നും ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടുവെന്നും KPCC സെക്രട്ടറി CC ശ്രീകുമാർ. ഇലക്ഷൻ കമ്മീഷന്റെ ക്രമക്കേടുകൾ ഉയർത്തിക്കാണിച്ച് പ്രതിഷേധം നയിച്ച രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണി നേതാക്കളെയും അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേച്ചേരി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീകുമാർ. ജനാധിപത്യ കശാപ്പിനെതിരെ വോട്ട് മോഷണം നടത്തി അധികാരം നിലനിർത്തിയ സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ സമരം നടത്തുന്നവരെ തുറങ്കലിലടയ്ക്കുന്ന ഫാസിസ്റ്റ് രീതിയാണ് രാജ്യത്തെ ഭരണകൂടം നടപ്പിലാക്കുന്നതെന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറി സിജു പാവർട്ടി, അർബൻ ബാങ്ക് ചെയർമാൻ AT സ്റ്റീഫൻ മാസ്റ്റർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പു ആളൂർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ്, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിന് ആൻഡോ പോൾ, PV നിവാസ്, ഷക്കീർ കേച്ചേരി, കോയ പോക്കക്കില്ലത്ത്, PN സുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രിന്റഡ് കോപ്പി എന്ന് പറഞ്ഞ 300 കിലോഗ്രാമുള്ള വോട്ടർ പട്ടികയാണ്. അതായത് അട്ടിയാക്കി വെച്ചാൽ 7 അടി ഉയരത്തിലുള്ള വോട്ടർ പട്ടിക കഴിഞ്ഞ 6 മാസമായി കോൺഗ്രസിന്റെ സന്നദ്ധ സംഘം പരിശോധിക്കുമ്പോൾ 5 കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ കണ്ടത്. വോട്ടർ പട്ടികയിൽ നമുക്കറിയാം, ക്രമ നമ്പർ കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പേരിന് മുന്നേ നമ്മുടെ വീട്ടു നമ്പർ കാണും. പക്ഷേ അവിടെ 100-ലധികം വീട്ടു നമ്പറുകൾ 0 എന്ന വീട്ടു നമ്പറിലാണ് കർണാടക വോട്ട് ചേർത്തിരിക്കുന്നത്. മഹാദേവപുരയിലെ അസംബ്ലി മണ്ഡലത്തിൽ തന്നെ മാത്രം 100-ലധികം വീട്ടു നമ്പറുകൾ 0ആണ്. ചാവക്കാട് നഗരസഭയുടെ ഭരണം അഴിമതി നിറഞ്ഞതെന്നാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. CA ഗോപപ്രതാപൻ, K നവാസ്, KV സത്താർ, ബീന രവിശങ്കർ, KH ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ കോപ്പറേറ്റീവ് ആരംഭ ബാങ്കിലെ ചെയർമാനെ മാറ്റാനും അതുപോലെ ആരെയൊക്കെ നടപടി എടുക്കേണ്ടത് നോക്കാനും അവിടെ 15 ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്. അത് ഞങ്ങൾ നോക്കിക്കോളാം. അതിന് നിങ്ങൾ വല്ലാണ്ട് വേവലാതി കൊള്ളണ്ട. കുറെ കാലമായി നിങ്ങൾ അർബൻ ബാങ്ക് കണ്ടിട്ട് പണിക്കണം. അതൊന്നും വേണ്ട. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചാവക്കാട് നഗരസഭയുടെ ഭരണം അടുത്ത തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ എത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ ലൈബ്രറി റീഡേഴ്സ് ക്ലബ്ബും ഒസ്റ്റാനുലൂസും IQACയും ചേർന്ന് പുസ്തകപ്രേമികളുടെ ദിനവും ദേശീയ ലൈബ്രറിയൻ ദിനത്തിന്റെ ഭാഗമായി ഇന്റർ കോളേജ് ക്വിസ് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ J. ബെൻസി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ M. ഹരിദാസ് മുഖ്യാതിഥിയായിരുന്നു. കോളേജിലെ UGC ലൈബ്രറിയൻ ഡോക്ടർ സിസ്റ്റർ ജോയ്, IQAC കോർഡിനേറ്റർ MT രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. 2025-26 ലൈബ്രറി മാഗസിൻ
പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന ക്വിസ് കോമ്പറ്റീഷൻ വിദ്യാർത്ഥികളായ അലീഷ ജോജോ, അഞ്ജലി എസ് നായർ എന്നിവർ നേതൃത്വം നൽകി. പുന്നേർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കിറ്റ് വിതരണവും നടത്തി. കാരുണ്യം ഹാളിൽ നടന്ന പരിപാടിയിൽ കാരുണ്യം ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ ഷെഫീഖ മനസ്സും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഹോമിയോ ഡോക്ടർമാരായ ജമാലുദ്ദീൻ, ഡോക്ടർ ഷമീമ എന്നിവർ മെഡിക്കൽ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം മരുന്ന് വിതരണത്തിന് നേതൃത്വം നൽകി. അർഹതപ്പെട്ട 100ഓളം പേർക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ, മനാഫ് വീട്ടിൽ വളപ്പിൽ, അബു പരൂർ എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരി അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുയോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. സ്കൂൾ മാനേജർ ബഷീർ ഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PA സാദിഖ് അധ്യക്ഷനായി. 2024-25 വർഷത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. PTA ഭാരവാഹികളായി അഷ്കർ പട്ടിക്കര പ്രസിഡന്റ്, PA സാദിഖ് വൈസ് പ്രസിഡന്റ്, അനൂഷ ഷാഫർ മദർ PTA പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്യുമെനിക്കൽ സംഘടന PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ കുടുംബസംഗമം ഓഗസ്റ്റ് 15-ന് വൈകിട്ട് 5 മണിക്ക് കുന്നംകുളം കൊള്ളന്നൂർ ഓഡിറ്റോറിയത്തിൽ നടക്കും. ആർത്താറ്റ് മാർത്തോമ പള്ളി വികാരി റവറൻ കോശി കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ ജോയ് P. കോട്ടൂർ പ്രസംഗിക്കും. PPC മിഷൻ ട്രഷറർ ബാബു മാസ്റ്റർ അധ്യക്ഷനാകും. ജനറൽ സെക്രട്ടറി ഷാജു K. ജോസ് നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,250 രൂപ, പവന് 74,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചരമം മറ്റം പന്നിശ്ശേരി ഏരത്ത് രാമകൃഷ്ണൻ ഭാര്യ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് സഹോദരൻ കുറ്റിയിൽ വിജയന്റെ വീട്ടുവളപ്പിൽ നടക്കും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വോട്ടർ പട്ടിക വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൃശൂരിലുണ്ടായ CPM-BJP സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി മൌനിയായി മടങ്ങി. UDF-നെയും LDF-നെയും വെല്ലുവിളിച്ച K. സുരേന്ദ്രൻ BJP സിറ്റി ജില്ലാ അധ്യക്ഷനടക്കമുള്ളവരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് കമ്മീഷൻ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPM-ന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPM-ഉം പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും ആരോപണം. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.